Hi everyone, good evening. First of all, thank you so much Anuveta for inviting me here. നിങ്ങളുടെ ഈ ഒരു സെലിബ്രേഷനിൽ എനിക്കും പാട്ടാവാൻ പറ്റിയതിലേക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ആസ് എൻ ആർട്ടിസ്റ്റ് ഒരു ബിഗ് സ്ക്രീനിൽ വരാമെന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. എനിക്ക് അനുഭവം ഭയങ്കര സ്പെഷ്യലാണ്. കാരണം ഒരു മൂവി ചെയ്യുക അല്ലെങ്കിൽ ബിഗ് സ്ക്രീനിൽ വരിക എന്ന് പറയാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. അത് എനിക്ക് സാധിച്ചത് അനുവേട്ടൻ വഴിയാണ്. അതിനെപ്പോഴും ഒരു ബിഗ് താങ്ക്സ് എപ്പോഴും അനുവേട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അനുവേട്ടൻ എനിക്ക് എപ്പോഴും സ്പെഷ്യലാണ്. അപ്പം അനുവേട്ടൻ ഈ മൂവിയിലും ഓഡിയോ ലോഞ്ചിന് എനിക്ക് വരാൻ പറ്റിയതിലേക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ മനസ്സറിഞ്ഞ് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു ഈ മൂവി ഒരുപാട് സക്സസ് ആവട്ടെ, നല്ല എന്താ പറയുക 100 days അതിലും കൂടുതൽ ഓടട്ടെ എന്നൊക്കെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ് ടു ദ എൻറ്റയർ ടീം ഓഫ് ചെക്ക്മേറ്റ്. So I would like to welcome the director Ritesh Shekhar. ഒന്നും കൊടുത്തില്ല, എല്ലാം സ്വന്തമായിട്ട് ചെയ്തു. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം അല്ലാതെ ടാലന്റ് എന്ന് അംഗീകരിക്കുന്നില്ല. എളിമ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. ഓക്കെ, ശരി. എന്താണെങ്കിലും മൾട്ടി ടാസ്കിംഗ് ആയിരുന്നു സിനിമയിൽ മുഴുവനും. 3 വർഷം എടുത്ത് ചിത്രീകരിച്ച സിനിമയാണ്. ഓൾമോസ്റ്റ് എല്ലാ സീസൺസും US കവർ ചെയ്തു ആൻഡ് കംപ്ലീറ്റായിട്ട് US തന്നെ ചിത്രീകരിച്ച സിനിമയാണ്. ത്രില്ലറാണ്. പക്ഷെ ത്രില്ലർ ആണെങ്കിൽ ഒരുപാട് നല്ല പാട്ടുകളുണ്ട്. ഓഫ് കോഴ്സ് മ്യൂസീഷ്യൻ ആകുമ്പോൾ അത് ഉണ്ടാവണമല്ലോ. സോ പറഞ്ഞോളൂ, ഇനി സിനിമയെ കുറിച്ചിട്ട് എന്താണ് പറയാനുള്ളത്? എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമുക്ക് ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ ഐ വുഡ് സേ ടൈം, സമയം. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഇൻഡിപെൻഡൻറ്റ് ടീമിനെ സപ്പോർട്ട് ചെയ്യാൻ ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ ഡിഗ്നിറ്ററീസ്, ശ്രീ എവ്രി വൺ, പിന്നെ എൻ്റെ ഫാമിലി, എൻ്റെ ഫ്രണ്ട്സ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി മീഡിയ ഫ്രണ്ട്സ്. ഇന്ന് ചിത്ര ചേച്ചിയുടെ ഈ പിറന്നാളാണ്. അപ്പം കൺമണി സോങ് ഐ വാസ് ഫോർച്ചുനേറ്റ് ഇനഫ് ടു കൊളാബറേറ്റ് വിത്ത് ചിത്ര ചേച്ചി. ധന്യ സുരേഷ് മേനോൻ എഴുതിയ സിനിമ. ചിത്ര ചേച്ചി ആ വീഡിയോയിൽ എന്നെ ശ്രീ രതീഷ് ശേഖർ എന്ന് വിളിച്ചോടുകൂടി സത്യം പറഞ്ഞാൽ ആസ് ഫാർ ആസ് ഐ ആം കൺസേൺ എൻ്റെ എല്ലാ എഫേർട്സും പെയ്ഡ് ഓഫ് ആയി. ഏതൊരു പ്രവാസിയും പോലെ ഞങ്ങൾ അമേരിക്കയിലുള്ള കുറച്ച് ആളുകൾക്ക് സ്വന്തം എന്ന് അവകാശപ്പെടാൻ കേരളവും മലയാളവും മാത്രമേ ഉള്ളൂ. അതാണ് പ്രവാസികളുടെ ഒരു ഐഡന്റിറ്റി, അല്ലേ? ഇപ്പോൾ ഗൾഫായാലും UK ആണെങ്കിലും ഓസ്ട്രേലിയ ആണെങ്കിലും എവിടെയാണെങ്കിലും പ്രവാസികളുടെ ഒരു ഐഡന്റിറ്റി അതാണ്. ദാറ്റ്സ് എ റിയാലിറ്റി. സോ കേരളത്തിലുള്ള ജനങ്ങൾക്ക്, ലോകത്തെമ്പാടുമുള്ള മലയാളികൾക്ക് വേണ്ടി ഞങ്ങളുടെ കൊച്ചു ടീമിന്റെ ഒരു ട്രിബ്യൂട്ടാണ് പ്രോജക്റ്റ് ചെക്ക്മേറ്റ്. ഒരു മലയാള സിനിമയുടെ സെറ്റിൽ അസിസ്റ്റ് ചെയ്യാൻ പോലും ഭാഗ്യം കിട്ടാത്ത, അങ്ങനെ പ്രത്യേകിച്ച് അവകാശവാദങ്ങളൊന്നും ഇല്ലാത്ത, ഒരു ക്രെഡൻഷ്യൽസും ഇല്ലാത്ത ഒരു ഇൻഡിപെൻഡന്റ് ഫിലിം മേക്കറിനെ അനുവേട്ടനും ലാർസാറും ട്രസ്റ്റ് ചെയ്ത ആ ഒരു പോയിന്റിലാണ് ചെക്ക്മേറ്റ് ചെയ്തത്. ദിസ് റൈറ്റ് ഹിയർ ഇസ് മൈ ടീം. ഞങ്ങളൊരു 10-18 പേരേ ഉള്ളൂ. എല്ലാവർക്കും ഇവിടെ വരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഇനി ഒരു സിനിമയുടെ ഫിനിഷ് ലൈനിൽ എത്തി നിൽക്കുന്ന അല്ലെങ്കിൽ എത്തിയിട്ടുള്ള എല്ലാവർക്കും അറിയാം, ഒരു 18 പേര് ഫ്ലൈറ്റ് എടുത്ത് അമേരിക്കയിൽ നിന്ന് വരണമെന്നുണ്ടെങ്കിലുള്ള ഫൈനാൻഷ്യൽ ഇമ്പാക്ട്. സോ ആസ് ഓഫ് നൗ ഞങ്ങളൊരു 4 പേരുണ്ട്. സുനിത റൈറ്റ് ഹിയർ. സുനിത പ്ലീസ് ഒന്ന് ജോയിൻ വീണ. Also, I would like to thank Soumya, Shyam, Bala, Rajiv, Shiva, and a whole team here. Checkmate technical crew എല്ലാവരും സൗണ്ട് ഡിസൈൻ ചെയ്ത ധനുഷ്, കളറിസ്റ്റ് ബിലാൽ, അസദ്, സൗണ്ട് മിക്സ് ചെയ്ത വിഷ്ണു, എഡിറ്റർ പ്രജീഷ്, and my best friend, I would say a sister from another mother, Dhanya. Executive producers are Paul Karupalli, Lindo Jolie, Aju Matthew, പിന്നെ ഹരിയേട്ടൻ, ഹരി നമ്പൂതിരി, he's actually here in the crowd somewhere. So thank you everyone. ഹെയിംസിനും സ്നേക് പ്ലാന്റ് ടീമിനും, ദീപക്, Goodfellas Films distribution, thank you so much for taking this huge load off of my shoulder. Last but not least, and their wife Meera Nair, I can't operate without her, I can't live without her. പിന്നെ എൻ്റെ 2 കുട്ടികൾ Meghna and Athena. പിന്നെ എൻ്റെ ചേട്ടൻ, my pillar, he does everything for me. He was also an executive producer of the movie, by the way.
പിന്നെ എവരിവൺ, നിങ്ങൾ എല്ലാവർക്കും ഞാനിനി കൂടുതൽ സംസാരിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. താങ്ക് യു സോ മച്ച്. മ്യൂസീഷ്യൻ ഒരു ത്രില്ലർ മൂവിയിലേക്ക് എത്തിയത് എങ്ങനെയാണ്? നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റീസ് ഉണ്ട്, റൈറ്റ്? ഐ ഗോട്ട് ദിസ് ട്വിൻ ബ്രദർ ഇൻ മൈ ഹെഡ്. അപ്പം അതൊക്കെ ഇങ്ങനെ മാനേജ് ചെയ്ത് പോകുന്നു. മ്യൂസിക് എന്ന് പറയുന്നവരെ വെട്ടി വെട്ടി നീങ്ങുന്ന രാജതന്ത്രം എങ്ങനെയാ ചെസ്സില്? അത് ആക്ച്വലി തന്നെയോട് ചോദിക്കണം, തന്നെ എഴുതിയ ലൈനാണ്. ഞാൻ ആശയങ്ങൾ ഇതുപോലത്തെ കട്ടി സാധനങ്ങൾ ഞാൻ ആശയങ്ങൾ പറഞ്ഞു കൊടുക്കത്തുള്ളൂ. സാധാരണ ഇതുപോലുള്ള ഭയങ്കരമായിട്ടുള്ള ടാഗ് ലൈൻസ് ഒക്കെ അനൂപേട്ടൻ തരാറുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. അത് ഇതിൽ അനൂപേട്ടന്റെ കോൺട്രിബ്യൂഷൻ ഡെഫിനറ്റ്ലി അനുപേട്ടന്റെ കോൺട്രിബ്യൂഷൻ വിത്ത് റെസ്പെക്ട് ടു അഡ്വൈസ്, എവരിതിങ്. അനുപേട്ടൻ ലാസാറും വളരെയധികം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. മനോഹരമായിട്ടുള്ള വരികൾ, ചില വരികളൊക്കെ അനുപേട്ടന്റെ സൈഡിൽ നിന്ന് വരാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വരി കേട്ടപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു ഇത് അനൂപേട്ടനായിരിക്കും ചിലപ്പോ ഇത് പറഞ്ഞിട്ടുണ്ടാവാന്നാണ്. അനുപേട്ടൻ ചിരിക്കുന്ന കൂടിയില്ല. ഞാൻ ഇവിടെ ആങ്കർ ചെയ്യുന്ന എല്ലാ സമയങ്ങളിലും അനുപേട്ടൻ മുഖത്ത് നോക്കുന്നുണ്ട്. അനുപേട്ടൻ ചിരിക്കുന്നേ ഇല്ല. അനുപേട്ടൻ ഭയങ്കര സീരിയസ് ആയിട്ടിരിക്കുകയാണ്. ഓക്കെ, അതുപോലെ ലാൽ സാറുമായിട്ട് ജോയിൻ ചെയ്തപ്പോൾ നമുക്ക് ഒരുപാട് ഹിറ്റുകൾ തന്നിട്ടുള്ള ആൾക്കാരാണ്, സീനിയർ ആയിട്ടുള്ള ആൾക്കാരാണ് അനുപേട്ടനും ലാൽ സാറും എല്ലാവരും. അപ്പോൾ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു വർക്ക് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? ഒരു ലേണിംഗ് സ്കൂൾ പോലെ. ഞങ്ങൾ പ്രിപ്പയർഡ് ആയിരുന്നു. ഒബിയസ്ലി കൂടുതലും ആർട്ടിസ്റ്റുകൾക്ക് സംഭവിക്കുന്നത് അവര് കേരളത്തിൽ നിന്നും മറ്റൊരു സംസ്ഥാനത്തിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഓവർസീസ് പോകുമ്പോൾ ഒത്തിരിയധികം ബുദ്ധിമുട്ടുകൾ ഉള്ളൊരു സിറ്റുവേഷനെ കുറിച്ചൊക്കെ ഞങ്ങൾ വായിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്, നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോളേഴ്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പം വി വോണ്ടഡ് ടു മേക്ക് ഷുവർ 3 കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ഒന്നെങ്കിൽ അട്ടർ ഡിസപ്പോയിൻമെന്റ്, അതല്ലെന്നുണ്ടെങ്കിൽ ഓക്കെ, അതല്ലെന്നുണ്ടെങ്കിൽ ഒരു എക്സൈറ്റ്മെന്റ്, റൈറ്റ്? വി വോണ്ടഡ് ടു ആർക്കിടെക്ട് ദാറ്റ് എക്സൈറ്റ്മെന്റ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കറക്റ്റായിട്ട് പ്ലാനിങ് ചെയ്ത്, പറഞ്ഞ പോലെ ഞങ്ങൾ IT ആൾക്കാരായതുകൊണ്ട് അജൈലും സ്ക്രമ്മും എല്ലാ കാര്യങ്ങളും എല്ലാം ഉപയോഗിച്ചാണ് ഈ ഒരു പ്രോജക്റ്റ് ഫുൾ ഓഫ് ചെയ്യുന്നത്. മനസ്സിലായതുപോലെ എക്സ്പ്രഷൻ കൊടുക്കാം. ഒന്നും മനസ്സിലായില്ല, എന്താണ് IT വർക്ക് ചെയ്യുമ്പോൾ? ഒരു പ്രോജക്ട് മാനേജ്മെന്റിന്റെ സംഭവമാണ്. അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത് എടുത്തൊരു സംഭവമാണ്. വളരെ മനോഹരമായിട്ട് അങ്ങനെ ചെക്ക് മീറ്റ് ഓഗസ്റ്റ് 8-ാം തീയതി എല്ലാവരെയും മുമ്പിലേക്ക് വരാൻ പോവാണ്. ഒന്നും സംസാരിക്കുന്നില്ല, സംസാരിക്കും. എല്ലാവരും ചെക്ക് മീറ്റ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. Thank you. I also wanted to mention, like Nithya, Yadu Krishnan ഇവിടെ ഉണ്ട്, നമ്മുടെ വേടൻ ഇവിടെ ഉണ്ട്. ഇവർക്ക് ആർക്കും ഞങ്ങളെ പേഴ്സണലായിട്ട് അറിയില്ല. ഐ തിങ്ക് നിത്യ ആക്ച്വലി കെയിം ത്രൂ തന്നെയാണ്. അപ്പം ഒരു ഇൻഡിപെൻഡന്റ് ടീമിൻ്റെ കൂടെ കൊളാബറേറ്റ് ചെയ്യാൻ നിങ്ങൾ എല്ലാവരും കാണിച്ച ആ ഒരു മനസ്സ്, താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ഡയറക്ടർ. അപ്പൊ എന്താണെങ്കിലും ഒന്നും പുള്ളി വിട്ടു പറയുന്നില്ല, ത്രില്ലർ ആണെന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഇല്ല, വിട്ടു പറയില്ല. അപ്പൊ എന്തായാലും പക്ഷെ ഒരുപാട് എക്സൈറ്റിംഗ് ഫാക്ടേഴ്സ് ട്രെയിലർ ആകുമ്പോഴത്തേക്കും ഒക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. എന്താണെങ്കിലും നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന് ഓഗസ്റ്റ് 8-ാം തീയതി കണ്ടിരിക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഒരു വലിയ കാര്യം കൃഷ്ണൻ. പാട്ട് പാടാൻ റെഡിയില്ലേ? ഓക്കെ, ഒരു 2 വാക്ക് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? ഇത് ഈ പാട്ടിനായിട്ട് ബ്രോ ആദ്യം സമീപിച്ചപ്പോൾ നമ്മൾ ആദ്യത്തെ 2 ആഴ്ച എഴുതാനായിട്ട് ഇരുന്നിട്ട് ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ ഒന്നും കിട്ടിയില്ല. ഫുള്ളി കമ്പോസ് ചെയ്ത് പടപടേന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വാക്കുകൾ പടപടേന്ന് വരുന്ന വാക്കുകൾക്കായിട്ടാണ് കമ്പോസ് ചെയ്ത് വെച്ചിരുന്നത്. അപ്പോൾ 2 ആഴ്ച കഴിഞ്ഞിട്ട് ഞാൻ ശരിക്കും പറഞ്ഞ ഒന്ന് ഗോസ്റ്റ് ചെയ്ത് മുങ്ങിയാലോ എന്നൊരു ആലോചിച്ചായിരുന്നു. അത് കഴിഞ്ഞ് രേഷേട്ടൻ വിളിച്ച് ഞങ്ങൾ സംസാരിച്ച് വീണ്ടും വൈബ് സെറ്റായി. അത് കഴിഞ്ഞ് വന്ന പാട്ടാണ്. അപ്പോൾ അതെ, അപ്പോൾ നമുക്കത് ലൈവായിട്ട് തന്നെ കേൾക്കാം. ഫസ്റ്റ് ടൈമാണ് ഈ എഴുതിയ പാട്ട് സിനിമയിൽ വരുന്നത് അതിനായിട്ട്. സോ ഇറ്റ്സ് ഒരുപാട് പ്രത്യേകതകളാണ് ഇന്നത്തെ ദിവസം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ സിനിമയ്ക്ക് വേണ്ടി സംഭവിക്കുന്നത്. സോ എന്തായാലും നമുക്ക് ലൈവായിട്ട് തന്നെ ആ പാട്ട് കേൾക്കാം. തീർച്ചയായും. സ്റ്റേജ് ഈസ് യോർസ്. താങ്ക് യു. സിനിമ പാട്ട് ഒക്കെ ആയിട്ട് എന്തെങ്കിലും കണക്ഷൻ? ഞാൻ സാധാരണ തിരിച്ചാണ് സംഭവിക്കാറുള്ളത്. ഞാനാണ് അനൂപിനെ പല പ്രോഗ്രാംസിനും വിളിക്കാറുള്ളത്, പ്രയാസപ്പെടുത്താറ്.
ഏറ്റവും അടുത്ത് എൻ്റെ ഒരു മെൻ്റൽ ഹെൽത്ത് ക്യാമ്പയിൻ അനൂപും ഐശ്വര്യ ലക്ഷ്മിയുമാണ് കിക്ക് ഓഫ് ചെയ്തത്. എൻ്റെ ഒരുപാട് സോഷ്യൽ ഇനീഷ്യേറ്റീവ്സിന് അനൂപിൻ്റെ ഒരു വലിയ പിന്തുണ, എവിടെയോ ഒരു കോസ്മിക് കണക്ഷൻ ഉണ്ട്. പലപ്പോഴും അത്യാവശ്യ ഘട്ടങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന, കുറേ കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരു നല്ല സുഹൃത്താണ് ശ്രീ അനൂപ് മേനോൻ. അദ്ദേഹം എന്നോട് പറഞ്ഞു ഒരു ഫിലിമിൻ്റെ ഓഡിയോ ലോഞ്ച് ഉണ്ട്, അപ്പോൾ ഞാനിതിൻ്റെ ട്രailer എനിക്ക് അയച്ചു തന്നിരുന്നു, ഞാൻ കണ്ടിരുന്നു. ഒരു പാഷൻ ഡ്രിവൺ സിനിമയാണിതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇങ്ങോട്ട് വന്ന് കുറച്ച് സമയം കിട്ടിയപ്പോൾ ഞങ്ങൾ സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, കംപ്ലീറ്റ് ന്യൂയോർക്കിലാണ്, എല്ലാ ഫ്രെയിമും US-ലാണ് ഇത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ആക്ടേഴ്സും ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററും എല്ലാം US ബേസ് ചെയ്ത്, ന്യൂയോർക്ക് ബേസ് ചെയ്തിട്ടുള്ള ആളുകളാണ്. സത്യം പറഞ്ഞാൽ നമ്മുടെ ഒരു മലയാള സിനിമയുടെ മാത്രമല്ല, എല്ലാ മേഖലയിലും ഒരു വലിയ ടാലൻറ്റ് പൂൾ എനിക്ക് തോന്നുന്നു വിദേശ രാജ്യങ്ങളിലാണ്. അവരവരുടെ ജീവനും ജീവനോപാധിയും എല്ലാം തേടി ലൈവ്ലിഹുഡിന് വേണ്ടി അവരുടെ പാഷൻ ഉപേക്ഷിച്ച് പോയ ആളുകളാണ്. പക്ഷെ അനൂപ് പറഞ്ഞതനുസരിച്ചിട്ടാണെങ്കിൽ ഒരു ദിവസം തന്നെ ഒരുപക്ഷെ 17-18 മണിക്കൂറുമെല്ലാം ജോലി ചെയ്യുന്ന ആളുകൾ, അവരുടെ കരിയറും അതോടൊപ്പം തന്നെ സിനിമ ഷൂട്ടിങ്ങും കഴിഞ്ഞ് 4-5 മണിക്കൂർ മാത്രം ഉറങ്ങുന്ന ആളുകളാണ് ഈ സിനിമയുടെ മുഴുവൻ ക്രൂ എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് ആദ്യം തന്നെ ഞാനൊരു ബിഗ് സല്യൂട്ട് നൽകാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ പാഷൻ ഡ്രിവണായിട്ടുള്ള ഒരു യങ് ടീം അവരുടെ പാഷൻ്റെ പുറകെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞൊരു വേഴ്സറ്റൈൽ ആയിട്ടുള്ളൊരു വലിയ ടീം പൂൾ ഉള്ളത് വിദേശ രാജ്യങ്ങളിലാണ്. ഒരുപക്ഷെ ഇവിടുത്തെ വലിയ ആക്ടേഴ്സും വലിയ ടെക്നീഷ്യൻസും വലിയ ഡയറക്ടേഴ്സും എല്ലാം ആവേണ്ട ആളുകൾ അവരുടെ ലൈവ്ലിഹുഡിന് വേണ്ടി അങ്ങോട്ടേക്ക് പോയി. പക്ഷെ അത് ആ ഫയർ അവരുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ് അവർക്ക് ഇതുപോലൊരു സിനിമ ചെയ്യാൻ കഴിഞ്ഞതെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഐ തിങ്ക് ദി എൻറ്റയർ ടീം ഹാസ് ഡൺ എ ബ്രില്യൻറ്റ് ജോബ് സീയിങ് ദി ട്രailer. ഐ ബിലീവ് ദാറ്റ് ദിസ് വുഡ് ബി എ വണ്ടർഫുൾ മൂവി. കാരണം എല്ലാവരും വളരെ മനോഹരമായി അവരുടെ പാർട്ട് നിർവഹിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ തോന്നുന്നത്. പാട്ട് നമ്മളിപ്പോൾ കേട്ടു, 2 പാട്ടുകൾ കേട്ടു, അമേസിങ് സോങ്സ്. നിത്യം അസലായിട്ട് പാടി, ചിത്ര ചേച്ചി പാടിയ പാട്ട്. അപ്പോൾ ഇറ്റ്സ് എ ഡ്രീം ടീം ആൻഡ് ഐ വിഷ് ദ ടീം ഓൾ ദ വെരി ബെസ്റ്റ്. ഒരുപാട് പ്രത്യേകതകളുള്ള സിനിമയാണ് ഈ സിനിമ. മലയാളികൾ സ്വീകരിച്ചാൽ തീർച്ചയായിട്ടും ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കും. ഇതുള്ളിൽ ഒതുക്കി നിൽക്കുന്ന ഒരുപാട് വിദേശ രാജ്യങ്ങളിലുള്ള ആളുകൾക്കും യങ്സ്റ്റേഴ്സിനും ഒരു വലിയ മോട്ടിവേഷനും ഇൻസ്പിറേഷനും ആയിരിക്കും ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഐ വിഷ് ദി എൻറ്റയർ ടീം ഓൾ മൈ വിഷസ് ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്. അനൂപ് കുറേയധികം ദിവസം വിദേശത്ത് ഷൂട്ട് ചെയ്തൊരു പടമാണ്. പണം ഒരുപാട് ചെലവഴിച്ചിട്ടുണ്ട്. അത് അവർ ഉണ്ടാക്കിയ, അവർ ജോലി ചെയ്ത് അധ്വാനിച്ചുണ്ടാക്കിയ പണമാണ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് നന്നായി വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവിധ അഭിവാദ്യങ്ങളും ആശംസകളും ഫോർ ദി എൻറ്റയർ ക്രൂ ഓഫ് ചെക്ക്മേറ്റ്. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു. ഒരുപാട് സന്തോഷം. ബിക്കോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആദ്യം ഇങ്ങോട്ട് വിളിച്ച അനുവേണ്ടി ഒരുപാട് നന്ദി. സോ ഇതൊരു അൺയൂഷ്വൽ ടൈറ്റിലാണ്. സ്റ്റോറി, സ്ക്രീൻ പ്ലേ, ലിറിക്സ്, മ്യൂസിക്, സിനിമോഗ്രാഫി ആൻഡ് ഡയറക്ഷൻ. സോ രതീഷ്, ഹാറ്റ്സ് ഓഫ് ടു യു. ബിക്കോസ് ഡിഫിക്കൽട്ട് ടാസ്ക്. ഞാനത് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും എല്ലാ കാലത്തും ഞാൻ എൻ്റെ കൂടെയുള്ള ആളുകളോട് അല്ലെങ്കിൽ ഏതെങ്കിലും ഫിലിം സ്കൂളിലൊക്കെ ചില വർക്ക്ഷോപ്പിലൊക്കെ പോകുന്ന സമയത്തൊക്കെ ഞാൻ പറയുന്നൊരു കാര്യം, ഇനി അങ്ങോട്ട് എനിക്കൊന്നും ഇൻഡിപെൻഡൻറ്റ് സിനിമ പോലെ തന്നെ ഇൻഡിപെൻഡൻറ്റ് ആർട്ടിസ്റ്റുകളുടെ കാലമാണ്. എല്ലാവരും എല്ലാ ജോലിയും ചെയ്യാൻ പ്രാപ്തരാകുക എന്ന് പറയുന്നതാണ്. അതിലൊരു വലിയ എക്സാമ്പിളായിട്ട് ഇന്നിങ്ങനൊരു ടൈറ്റിലൂടെ കാണുന്നത്. എനിക്ക് തോന്നുന്നു ഇതിനു മുമ്പ് ഒരു ഗൗതം ഘോഷിൻ്റെയും ബാലുമേന്ദ്രയുടെയൊക്കെ ടൈറ്റിലാണ് ഈ മ്യൂസിക്കും സിനിമോഗ്രാഫിയും കൂടെ ഒരുമിച്ച് വെച്ച് കണ്ടിരിക്കുന്നത്. അത് കണ്ടിട്ടില്ല, അങ്ങനെ ടൈറ്റിൽ ഞാൻ കണ്ടിട്ടില്ല. സോ ഐ തിങ്ക് മലയാളത്തിൽ ഇത് ആദ്യമായിട്ടാണ് തോന്നുന്നത് ഇങ്ങനൊരു ടൈറ്റിൽ വരാൻ പോകുന്നത്. സോ രതീഷ്, സോ ഹാപ്പി.
തീർച്ചയായിട്ടും നേരത്തെ ഭവൻപുടെ MP പറഞ്ഞ പോലെ ഐബി പറഞ്ഞ പോലെ പ്രവാസികളാണ് മലയാളികളുടെ എല്ലാ കാലത്തെയും ശക്തി. സോ അവിടെ നിന്നുകൊണ്ട് ഇത്തരത്തിലൊരു സിനിമ അച്ചീവ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. അതും എസ്പെഷ്യലി അമേരിക്ക പോലത്തെ ഒരു സ്ഥലത്ത് യൂണിയൻ ക്രൂ ഒക്കെ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലത്ത് ഒരു ക്യാമറ കിട്ടണമെങ്കിൽ ആ ക്യാമറയുടെ കൂടെ ഒരു ഫോക്കസ് മോഡർ വരണമെങ്കിൽ എന്ത് ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് ഇവിടെ ഒന്നും അറിയാം, ഇവിടെ പലർക്കും അറിയില്ല. ലെൻസ് സെപ്പറേറ്റ് ആയിട്ട് വരുന്നു, എല്ലാ ഇപ്പം ഞാൻ ആ ഫോട്ടോസ് കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഒരു ക്രെയിൻ ഹയർ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണം ഒരു 15 അടി ലാഡർ ഒരു ക്രെയിൻ ആക്കി മാറ്റിയിരിക്കുകയാണ്. സോ ദീസ് ആർ ഓൾ ലൈക്ക് രതീഷ്, ഇറ്റ്സ് ഒരു ഇൻഡിപെൻഡൻറ്റ് മൂവ്മെൻറ്റിൻ്റെ ഒരു വലിയൊരു ലക്ഷണങ്ങളെല്ലാം ഈ സിനിമയിലുണ്ട്. സോ ആൻഡ് അതൊരു കാണുമ്പോൾ അതിൻ്റെ ട്രെയിലർ കാണുമ്പോൾ അതൊരു ഇൻഡിപെൻഡൻറ്റ് സിനിമയായിട്ടല്ല ഇരിക്കുന്നത്. ഇറ്റ് ലുക്സ് ലൈക്ക് എ വെരി വോട്ട് ടു സേ ഒരു വളരെ പ്രൊഫഷണലി മെയ്ഡ് ആയിട്ടുള്ള ഒരു സിനിമ പോലെ നമുക്ക് കാണാം. ആൻഡ് ഐ എം സോ ഹാപ്പി ദാറ്റ് ഇതിൽ പ്രവർത്തിച്ച എല്ലാവർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും. ആൻഡ് ഐ ഹോപ്പ് ദിസ് ഫിലിം വിൽ ഡു വെൽ ഇൻ ബോക്സ് ഓഫീസ്. ആൻഡ് താങ്ക്ഫുള്ളി എനിക്കറിയാം നിങ്ങളെല്ലാവരും സിനിമകളുടെ സ്വപ്നം മാറ്റിവെച്ച് നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഇവിടെ ജീവിക്കുന്ന നമ്മുടെ സഹവാസികളായിട്ടുള്ള മലയാളികൾക്ക് വേണ്ടിയിട്ടും അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങൾക്കെല്ലാം തിരിച്ച് ഇവിടെ വന്ന് ഇതേ സ്പിരിറ്റോട് കൂടി ഒരു സിനിമ ഉണ്ടാക്കാൻ കഴിയട്ടെ എന്ന് എൻ്റെ എല്ലാവിധ ഭാവവും നേരുന്നു. ആശംസകൾ. താങ്ക് യു സോ മച്ച് സർ. ഒരു അവസരം കിട്ടിയത് വലിയ ഫാനാണ്, ഒരുപാട് ഇഷ്ടമാണ് താങ്കളുടെ പാട്ടുകളെല്ലാം കാണാൻ സാധിച്ചതിലും ഒരുപാട് സന്തോഷം. ലൈവായി ആ പാട്ട് കേൾക്കാൻ പോകുന്നതിൽ അതിലേറെ സന്തോഷം. നമസ്കാരം എല്ലാവർക്കും, എന്നെ അറിയാമല്ലോ, പിന്നെ താങ്ക്സ് ഫോർ ഹാവിങ് മീ. ആക്ച്വലി രതീഷേട്ടൻ കിട്ടിയ പെർഫോമൻസുകൾ എന്ത് കാണിച്ചപ്പോ എനിക്ക് പുള്ളിക്കാരൻ പാട്ടുകാരനാണെന്ന് അറിയാമായിരുന്നു. പുള്ളിക്കാരനാണ് പടത്തിന്റെ മ്യൂസിക് കമ്പോസർ, മ്യൂസിക് ഡയറക്ടർ അല്ല. പുള്ളിക്കാരൻ കമ്പോസ് ചെയ്തൊരു പാട്ട് ഇതിനകത്ത് ഞാൻ എഴുതിയിട്ടുണ്ട്, വീരൻ എന്നാണ് ട്രാക്കിന്റെ പേര്. അപ്പൊ അത് നന്നായി വന്നിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സിനിമ കാണുമ്പോൾ പാട്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന പാട്ട് പാടാം. ഫോൺ എടുത്തിട്ട് വരാം, അതിനകത്താണ് ലിറിക്സ്. ഞാൻ എന്താണെന്ന് പറയാം, കുറേ കാലം വർക്ക് ചെയ്ത് വെച്ചിട്ട് ആക്ച്വലി മറന്നുപോയി. ഞാൻ തന്നെ എഴുതിയ പാട്ടാണെങ്കിലും പോവാ ചേട്ടാ നമുക്ക്. അവാർഡ് നേടിയ നായിക. അപ്പൊ ചില്ലറക്കാരിയല്ലോ. So it's time for me to call Rekha. ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട് അഭിനയിച്ചിട്ടുണ്ടെന്ന് ഞാൻ ചെറുതായിട്ട് കേട്ടു. യെസ്, വളരെ ചെറുതായിരുന്നപ്പോൾ പപ്പൻ പ്രിയപ്പെട്ട പപ്പൻ പറഞ്ഞ സിനിമയിൽ. ആ സിനിമയായിട്ട് എന്താ ബന്ധം? എനിക്കറിയാം, അവരും കൂടി അറിയാൻ വേണ്ടിയിട്ടാ. എൻ്റെ അച്ഛൻ അതിൻ്റെ പ്രൊഡ്യൂസറായിരുന്നു. ഓക്കെ. സോ സിനിമ എന്ന് പറയുന്നത് ചെറിയതിലെ മുതലേ കൊണ്ട് നടക്കുന്ന ഒരാളാണ്. മനസ്സിൽ എന്നുമുണ്ട്, ഇപ്പം ഇൻ റിയാലിറ്റി വന്നു. അതെ, അത് അവാർഡ് കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി റിയാലിറ്റി വെറുതെ ആയില്ല എന്നുള്ളത്. ഓക്കെ, സോ നായിക പറയൂ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് രേഖ. എൻ്റെ അച്ഛൻ GS ഹരീന്ദ്രൻ, ഹരിശ്രീൻ്റെ ഫൗണ്ടറായിരുന്നു. അദ്ദേഹം ഇവിടെ ഒരു മലയാളം സിനിമ ചെയ്തിരുന്നു കുറേ നാളായി. എല്ലാവർക്കും അറിയുമെന്നറിയില്ല, പപ്പൻ പ്രിയപ്പെട്ട പപ്പനായിരുന്നു പേര്. ഈ വേദിയിൽ നിൽക്കുമ്പോൾ എനിക്ക് എൻ്റെ അച്ഛനാണെന്ന് മനസ്സിനറിയും. അച്ഛൻ്റെ മുഖം, സിനിമയോടുള്ള ഇഷ്ടം, അതെല്ലാം. ഈ സിനിമ പക്ഷേ ഇറ്റ് വാസ് അഹെഡ് ഓഫ് ഹിസ് ടൈംസ്. സോറി, ഐ ആം ലൈക്ക് എ ലിറ്റിൽ ഇമോഷണൽ. പക്ഷേ ഈ സിനിമ നമുക്ക് സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കി. സോ ബിക്കോസ് ഓഫ് ദാറ്റ് അമ്മ ടുക്ക് എ സ്റ്റാൻഡ്
ആൻഡ് വി സെഡ് നോ മോർ സിനിമ. അങ്ങനെ നമ്മൾ കുറച്ച് പ്രാക്ടിക്കലായിട്ട് വി വെൻറ്റ് ഓൺ വിത്ത് ലൈഫ്. അച്ഛനാണെങ്കിലും കുറച്ചൊന്ന് ഒതുങ്ങി, സിനിമ ഭ്രാന്ത് കുറച്ച് മാറി. പക്ഷേ നമുക്ക് അതെപ്പോഴും മനസ്സിലുണ്ടായിരുന്നു, വിടുന്നില്ല അവർ ഇഷ്ടം. അങ്ങനെ നമ്മൾ ഞാൻ സെറ്റിലായി, ജോലി കിട്ടി, അമേരിക്കയിൽ പോയി, കല്യാണം കഴിഞ്ഞ് പിന്നെയും ആ കനല് കെടാത്ത പോലെ അപ്പോൾ തിരിച്ചു വന്നു വർഷങ്ങൾക്ക് ശേഷം സിനിമയിലേക്ക്. പിന്നെ all this is not possible without my family. എൻ്റെ കൂടെ ഇവിടെ എൻ്റെ ഹസ്ബൻഡ് ഗോപു ആൻഡ് മോൻ സിദ്ധു ഉണ്ട്. Special thanks to Anubert and Lal sir for being so supportive to us. And I'm not the only hero in this movie. നമ്മുടെ സിനിമ എൻ്റെ സെക്കൻഡ് ഫാമിലിയാണ്. ഇല്ല, അടുത്ത ഹീറോയിൻ രാജലക്ഷ്മി. I would like to call her up on stage. Thank you. Thank you, Rekha. So, ഈ സ്നേഹമാണ് ഞങ്ങളുടെ സിനിമ ചെക്ക്മേറ്റ്. സോ രേഖ എന്നെ ഹീറോയിൻ എന്ന് പറഞ്ഞു. ഞാനിതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു റോളാണ് ചെയ്യുന്നത്. ആൻഡ് എൻ്റെ ക്യാരക്ടർ കേട്ടപ്പോൾ തന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. സിനിമയിൽ അഭിനയിക്കണം എന്നുള്ളത് വളരെ വളരെ ചെറുപ്പത്തിൽ എനിക്ക് ഒത്തിരി ആഗ്രഹം തോന്നി. ചാൻസ് കിട്ടിയിട്ടും ചെയ്യാൻ പറ്റാതെ ബാക്കിയുള്ള കാര്യങ്ങൾ കൊണ്ട് പഠിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് പഠിച്ചു. എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അമേരിക്കയിൽ പോയി സെറ്റിലായി. പക്ഷേ രേഖ പറഞ്ഞ പോലെ ഞങ്ങളുടെ കൊച്ചു ടീം എല്ലാവരുടെയും മനസ്സിലൊരൊറ്റ കാര്യം മാത്രമാണ് സിനിമ. എന്തൊക്കെ ചെയ്താലും പഠിച്ചാലും ജോലിയിൽ കയറിയാലും കുട്ടികളുണ്ടായാലും കല്യാണം കഴിച്ചാലും ഞങ്ങളുടെ മനസ്സിലുള്ള ഒരൊറ്റ കാര്യം സിനിമ. സോ ഞങ്ങളുടെ ആ കൊച്ചു ടീമിൻ്റെ ഒരു ഡ്രീം, ഒരു സ്വപ്നം, രാത്രിയെന്നില്ല പകലുന്നില്ല ഊണുറക്കമില്ല എന്തും ഇല്ലാതെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരൊറ്റ സിനിമ ഇസ് ദിസ് ചെക്ക്മേറ്റ്. മനസ്സിലൂടെ ഞങ്ങൾ ഉണ്ടാക്കിയ ഒരു സിനിമയാണ്. നിങ്ങളെല്ലാവരും സഹകരിച്ച് ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി ഇവിടെ ഇത്രയും സമയം ചെലവാക്കിയതിന് വളരെ നന്ദിയുണ്ട്. എല്ലാവരെയും താങ്ക്സ്. രണ്ട് നായികമാരും എങ്ങനെയുണ്ടായിരുന്നു? ഫസ്റ്റ് ഫിലിം എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? അതും സീനിയർ ആയിട്ടുള്ള രണ്ട് ആർട്ടിസ്റ്റുകളുടെ കൂടെയുള്ള എക്സ്പീരിയൻസ്. ആദ്യം രതീഷ് ഈ ഒരു പ്രോജക്റ്റ് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ കുറച്ച് പേടിയായിരുന്നു. അനുബേട്ടൻ, ലാൽ സർ, അതും നോട്ട് ജസ്റ്റ് ആക്ടേഴ്സ്, ഡയറക്ടേഴ്സ്, സ്ക്രീൻ പ്ലേ റൈറ്റേഴ്സ്, ഐ മീൻ സച്ച് ടാലന്റഡ് പീപ്പിൾ വിത്ത് കേരള സ്റ്റേറ്റ് അവാർഡ്സ് എല്ലാം ഭയങ്കര ഇൻറ്റിമിഡേറ്റിംഗ് ആയിരുന്നു. പക്ഷെ ഇവർ വന്നു കഴിഞ്ഞപ്പോൾ വി റിയലൈസ്ഡ് ദേ വർ വെരി ഫ്രണ്ട്ലി, വെരി സപ്പോർട്ടീവ്. സ്ഥിരം നമുക്ക് ടിപ്സ് തരും, എങ്ങനെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ആക്ട് ചെയ്യേണ്ടത് എല്ലാം. അപ്പോൾ ഭയങ്കര ലേണിംഗ് ആയിരുന്നു. പ്ലസ് നമ്മൾ പറഞ്ഞ പോലെ ഒരു ചെറിയ ടീമാണ്. അപ്പോൾ റൈറ്റ് ഫ്രം പ്രീ പ്രൊഡക്ഷൻ ടിൽ പോസ്റ്റ് പ്രൊഡക്ഷൻ എല്ലാത്തിലും വി വർ ഇൻവോൾവ്. അപ്പോൾ വി സ്റ്റാർട്ടഡ് ആസ് ആക്ടേഴ്സ് ബട്ട് വി എൻഡഡ് അപ്പ് ആസ് ഫിലിം മേക്കേഴ്സ്. സോ ദാറ്റ് ഈസ് എ ബിഗ് തിങ് ഫോർ us. സോ ഞാൻ ഫസ്റ്റ് ഷൂട്ട് ലാൽ സാറിൻ്റെ കൂടെ ദാറ്റ് വാസ് ലൈക്ക് nerve-wracking. ഞാനിങ്ങനെ ഇരിക്കുകയാണ് ഒരു ചെയറിൽ. ലാൽ സാർ ഇങ്ങനെ മുമ്പേ വന്ന് നിന്നിട്ട് പറയൂ എന്ന് പറഞ്ഞപ്പോൾ ആ സ്വരത്തിലുള്ള ആ ഗാംഭീര്യം അതുകൊണ്ട് ഞാൻ ഒന്ന് ഞെട്ടി, സീരിയസ്ലി. അത് കഴിഞ്ഞിട്ട് ലാൽ സാർ എനിക്കൊരു 2 പേജിൻ്റെ ഡയലോഗായിരുന്നു. അത് ഞാനിങ്ങനെ കണ്ടു മൂടിയിട്ട് ഞാൻ ഓക്കെ ഐ ആം ദ ഓൺലി വൺ ഹിയർ എന്നുള്ള രീതിയിൽ ഞാനങ്ങ് ഡെലിവറി ചെയ്തു. സോ ദാറ്റ് ഇസ് മൈ, അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ മറക്കില്ല. ഇവരെയൊക്കെ ഞാൻ സിനിമയിൽ കണ്ടിട്ടേ ഉള്ളൂ, ഇതുവരെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷെ നേരിട്ട് കണ്ട് അടുത്ത മിനിറ്റ് ഞാൻ അഭിനയിക്കാൻ ഇങ്ങനെ ഓക്കെ തുടങ്ങാം എന്ന് പറഞ്ഞു. അപ്പം അത് ഭയങ്കരമായിട്ടായിരുന്നു. അനുബേട്ടൻ്റെ കൂടെ അനുബേട്ടൻ വളരെയധികം നല്ലപോലെ ടിപ്സും കാര്യങ്ങളും ഒക്കെ തന്നു, വളരെ കംഫർട്ടബിൾ ആക്കി. സോ അതുകൊണ്ട് വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞു തന്നു, ലൈക്ക് വലിയ സ്ക്രീനിൽ കാണുമ്പോൾ നീ കുറച്ച് ചെറുതായിട്ട് അഭിനയിച്ചാൽ മതി, അത് നന്നായിട്ടിരിക്കും. സോ അങ്ങനത്തെ കുറേ നമ്മൾ വിചാരിക്കാത്ത ശരിക്കും നേരിലുള്ള ടിപ്സ്. So, which was very useful. I'm so grateful to, in the first movie itself, to act with Lal sir and Anubet. It's like such a great moment. And I must thank our director Radish Shekhar for this. Radish illade ende swapnangalo idu onnum narayilla. So I must thank Radish Shekhar for this. Thank you, Radish. And also I would like to thank my husband and my kids who cooperated all through my journey. Thank you
സോ മച്ച്. എന്തായാലും ഒരു സിനിമാ കഥ കേൾക്കുന്നത് പോലെ ഉണ്ടായിരുന്നു നിങ്ങളുടെ സിനിമയോടുള്ള ആഗ്രഹം. ആ സിനിമയിൽ സാധാരണ നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന ക്ലൈമാക്സ് സിനിമ സൂപ്പർ ഹിറ്റ് ആവുന്നതാണ്. അതേ ക്ലൈമാക്സ് തന്നെ ആവട്ടെ ഈ ഒരു സിനിമ, നിങ്ങളുടെ സിനിമ ജേർണിയുടെ തുടക്കമാവട്ടെ. ഒരുപാട് സൂപ്പർ ഹിറ്റ് സിനിമകളും നിങ്ങൾക്ക് സമ്മാനിക്കാൻ പറ്റട്ടെ. ഈ സിനിമ ഉറപ്പായിട്ട് സൂപ്പർ ഹിറ്റ് ആയിരിക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച്. എനിക്ക് ഇടയ്ക്ക് വെച്ചിട്ട് ഒരു റിക്വസ്റ്റ് അവിടെ നിന്നൊക്കെ വരുന്നുണ്ടായിരുന്നു. നമ്മുടെ ട്രെയിലർ പെട്ടെന്ന് പോയതുപോലെ തോന്നി, ഒരു തവണ കൂടി ഒന്ന് ട്രെയിലർ പ്ലേ ചെയ്യാമോ എന്ന്. സോ എന്റെ ഒരു റിക്വസ്റ്റ് ആണ്, നമുക്ക് നമ്മുടെ ട്രെയിലർ ഒന്നുകൂടി പ്ലേ ചെയ്യാം.